ഗസയിൽ ആക്രമണം രൂക്ഷമായി. തെക്കൻ ഗാസയിലെ റഫയിൽ വിവിധ മേഖലകളിൽ ഹമാസും ഇസ്രായേൽ സൈന്യവും തമ്മിലുള്ള നേർക്കുനേർ ഏറ്റുമുട്ടൽ അതിരൂക്ഷമായി തുടരുകയാണ്. റഫയുടെ തെക്ക് കിഴക്കൻ മേഖലകൾക്ക് പിന്നാലെ പടിഞ്ഞാറൻ മേഖലയിലും ഇസ്രായേൽ ടാങ്കുകൾ വളഞ്ഞു. കനത്ത ബോംബാക്രമണവും ഇവിടെ തുടരുകയാണ്. ഇസ്രായേൽ ഗസ യുദ്ധത്തെ തുടർന്ന് 10 ലക്ഷത്തിലേറെ ഫലസ്തീൻകാരാണ് റഫയിൽ അഭയം തേടിയിരുന്നത്. ഇപ്പോൾ 1 ലക്ഷത്തോളം പേർ മാത്രമേ ഇവിടെ അവശേഷിക്കുന്നുള്ളൂ. UN ഏജൻസികളാണ് ഇക്കാര്യം അറിയിച്ചത്. ഖാൻ യൂനിസ്, ഗസ സിറ്റി എന്നിവിടങ്ങളിലും ഒട്ടേറെ വീടുകൾ ബോംബാക്രമണത്തിൽ തകർന്നിട്ടുണ്ട്. അതിൻ്റെ റഫയിലെ ഷബൂറ ക്യാമ്പിന് സമീപം 2 ഇസ്രായേൽ ടാങ്കുകൾ തകർത്തതായും സൈനികരെ വധിച്ചതായും ഹമാസ് അവകാശപ്പെട്ടു. മൊവാഡിയിലെ അഭയാർത്ഥി കൂടാരങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 18 പേരടക്കം 35 ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഗസയിൽ ഇതുവരെ 37,431 ഫലസ്തീൻകാരൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 85,653 പേർക്കാണ് ആക്രമണങ്ങളിൽ പരിക്കേറ്റത്. ഇസ്രായേലിന് ആയുധം നൽകുന്നതിൽ US ഏർപ്പെടുത്തിയ നിയന്ത്രണത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിമർശിച്ചിരുന്നു. നെതന്യാഹുവിൻ്റെ വിമർശനം ബൈഡൻ ഭരണകൂടത്തെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് US-നെതിരെ നെതന്യാഹു സംസാരിച്ചത്. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായുള്ള ചർച്ചയിൽ ഇക്കാര്യം സൂചിപ്പിച്ചെന്നും നെതന്യാഹു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. നയതന്ത്രതല ചർച്ച നെതന്യാഹു പരസ്യപ്പെടുത്തിയതിലുള്ള അതൃപ്തി ഇസ്രായേൽ സർക്കാരിനെ അറിയിച്ചെന്ന് US സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ കിർബി പറഞ്ഞു. അതിനിടെ കൂടുതൽ രാജ്യങ്ങൾ പലസ്തീന് പിന്തുണയുമായി രംഗത്ത് വരികയാണ്. പലസ്തീൻ്റെ രാഷ്ട്രപദവി അർമീനിയ ഔദ്യോഗികമായി അംഗീകരിച്ചു. ഗസയിൽ അടിയന്തര വെടിനിർത്തൽ വേണമെന്നും ആ രാജ്യം ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് ടെലാവിവിൽ അർമീനിയൻ അംബാസഡറെ വിളിച്ചു വരുത്തി ഇസ്രായേൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. സ്പെയിൻ, അയർലൻഡ്, നോർവേ തുടങ്ങിയ രാജ്യങ്ങളും ഈയിടെ പലസ്തീന് രാഷ്ട്രപദവി അംഗീകരിച്ചിരുന്നു.